ഹായ് ഓൾ, ഇന്ന് നമ്മുടെ ഫഹുവിൻ്റെ വിശേഷങ്ങളാണ്. ഫഹു ഞാനൊരു കല്യാണത്തിൽ പോയി വരുമ്പോൾ കിടക്കുന്ന രംഗമാണ് ഇങ്ങനെ. അപ്പം ഞാൻ പേടിച്ചു പോയി. സാധാരണ ഫഹു ഒരിക്കലും ഇങ്ങനെ കിടക്കാറില്ല. നീണ്ടു നിവർന്ന മനുഷ്യരെ പോലെയാണ് എപ്പോഴും കിടപ്പ്. ഞാൻ വിചാരിച്ചു ഫഹുവിന് വല്ല അസുഖമായിരിക്കും. ഇതാണ് യഥാർത്ഥ പോസ്. നമ്മളിപ്പോൾ ഫഹു ഒരിക്കലും സാധാരണ പൂച്ചയെ ചുരുണ്ട് കിടക്കില്ല. ഇതൊക്കെയാണ് പോസുകൾ. എവിടെയെങ്കിലുമൊക്കെ കൈയും കാലൊക്കെ കയറ്റി വയ്ക്കണം. ഇതൊക്കെയാണ് പശുവിൻ്റെ പോസ്. കുസൃതികളുടെ ഒരു കൂമ്പാരം തന്നെയാണ് നമ്മുടെ ഫഹു. ഫഹുവിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്നതറിയില്ല. ഈ ഒരു ഉറക്കം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ പുറകിലെ തന്നെ ആയിരിക്കും എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മളെവിടെ പോയാലും അവിടെ എല്ലാം നമ്മളെ ഫഹു ഉണ്ട്. ഫഹു സന്തത സഹചാരിയാണ്. പിന്നെ ഇതാണൊരു പോസ്. അവന് റിലാക്സ് ചെയ്ത് കിടന്നാൽ ഇങ്ങനെ ഉറങ്ങുന്നതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ പേടി വരുമ്പോൾ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് വൈകാതെ തന്നെ കാണാം. പിന്നെ ഞാനൊന്ന് ഒച്ചെടുത്ത് കഴിഞ്ഞാൽ ഓടി ചെന്ന് ഈ സ്റ്റൂളിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കും. എന്നിട്ട് മിണ്ടാതെ കിടന്നിട്ട് നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ തോണ്ടും. ഫഹുവിൻ്റെ വിചാരം ഫഹു അതിൻ്റെ അടിയിൽ കിടക്കുന്നത് അറിയില്ല എന്നാണ്. ഫഹുവിന് ഇത്തിരി ഉയരം കൂടുതലുണ്ട്. അതുകൊണ്ട് ഫഹുവിന് ആ സ്റ്റൂളിൽ കിടന്നു കഴിഞ്ഞാൽ കാലോ വാലോ ഒക്കെ പുറത്തുണ്ടാവും. പക്ഷെ ഫഹു ഇതൊന്നും അറിയില്ല. ഫഹുവിൻ്റെ വിചാരം ഫഹുവിനെ ആരും കാണുന്നില്ല എന്നാണ്. തല ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിങ്ങനെ മിണ്ടാതെ കിടക്കും. എന്നിട്ട് അതിലേക്ക് പോകുമ്പോൾ നമ്മൾ തോണ്ടും. ഇതൊക്കെയാണ് ഫഹുവിൻ്റെ കുസൃതികൾ. പിന്നെ പേടി തോന്നുമ്പോൾ നമ്മളൊരു അലമാരയുണ്ട്, അതിൻ്റെ മുകളിൽ ചാടി കയറി അതിൻ്റെ മുകളിൽ ഒരു ഗുണ്ടുണ്ട്. എപ്പോഴും നമ്മൾ ഫഹുവിനെ ആക്രമിക്കാൻ വരും. ഇത്തിരി ഞാൻ വെച്ചിരിക്കുന്ന ഒരു കൊട്ടയുണ്ടായി, അതിൽ കയറി കിടന്നുറങ്ങുന്നു. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ചാടി ഓടിയതാണ് കണ്ടത്. പിന്നെ ഗുണ്ട വരുമ്പോഴത്തെ സ്ഥലം ഇതാണ്.